Welcome back to my channel, English Grammar Teaching and Learning. Today, we are going to study the answers of the remaining part of a second lesson. അതിൽ L അതാണ് ഇനി നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. Why does Spillman say that he had to be alone if he wanted to live? സ്പിൽമാന് ജീവിക്കണമെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിക്കണം. ഇനി അതാണ് അവസ്ഥ. വൈ ഡസ് സ്പിൽമാൻ സേ ദാറ്റ് ഹി ഹാഡ് ടു ബി അലോൺ, അദ്ദേഹം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഇഫ് ഹി വാണ്ടഡ് ടു ലിവ്, ജീവിക്കണമെങ്കിൽ ഇനി അദ്ദേഹം ഏകനായി തന്നെ ജീവിക്കണമായിരുന്നു എന്ന് പറയാൻ എന്താണ് കാരണം? നമുക്കറിയാമല്ലോ, ഒരു കുടുംബത്തിൽ ജീവിച്ചിരുന്ന അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അതുപോലെ തന്നെ 2 സഹോദരിമാർ മരിച്ചു, സഹോദരൻ മരിച്ചു. അങ്ങനെ അദ്ദേഹം വീടും നാടും എല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ ഒളിഞ്ഞു കഴിയുന്ന അവസ്ഥ ഈ നമ്മുടെ ആറ്റിക്കിൽ കഴിയുകയാണ്. സ്പിൽമാൻസ് സ്റ്റേറ്റ്മെന്റ് റിഫ്ലെക്ട്സ് ദി ബ്രൂട്ടൽ റിയാലിറ്റി ഓഫ് സർവൈവൽ. ബ്രൂട്ടൽ റിയാലിറ്റി ഓഫ് സർവൈവൽ, അതിജീവനത്തിന്റെ ക്രൂരമായ യാഥാർത്ഥ്യമാണ് ഇവിടെ വെളിവാകുന്നത്, പ്രതിഫലിക്കുന്നത്. ഡൈങ് ദി ഹോളോകോസ്റ്റ്, ആ കൂട്ടക്കൊലയിൽ മരിക്കുക, അങ്ങനെ 4 ലക്ഷം പേരോളം മരിക്കുന്ന കാഴ്ച കണ്ട ആളാണ് നമ്മളുടെ എഴുത്തുകാരൻ സ്പിൽമാൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്. ഇൻ ദി പിയാനിസ്റ്റ് എന്ന് പറയുന്ന ഈ ഓർമ്മക്കുറിപ്പിൽ ഹി ഡിസ്ക്രൈബ്സ് ഹൗ ഐസൊലേഷൻ ബിക്കെയിം ഹിസ് ഓൺലി മീൻസ് ഓഫ് സ്റ്റേയിങ് അലൈവ്. ഓൺലി മീൻസ് ഓഫ് സ്റ്റേയിങ് അലൈവ്, ഒരേ ഒരു അർത്ഥം ഉള്ളു അതിന്. ഇവിടെ മീൻസ് ഓഫ് ആൻ എൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് അദ്ദേഹം വിവരിക്കുന്നത് ഹൗ ഐസൊലേഷൻ ബിക്കെയിം ഹിസ് ഓൺലി മീൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഏകാന്തത, ഐസൊലേഷൻ ബിക്കെയിം ഹിസ് ഓൺലി മീൻസ് ഓഫ് സ്റ്റേയിങ് അലൈവ് എന്ന് പറഞ്ഞാൽ ഇനി ജീവനോട് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കഴിയണമെങ്കിൽ ഏകാന്തതയിൽ തന്നെ ജീവിക്കണം എന്നാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രസ്താവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് വെർ ദി റേഡിയോ അനൗൺസ്മെന്റ് അബൌട്ട്? എന്തിനെ പറ്റിയായിരുന്നു റേഡിയോ അനൗൺസ്മെന്റ് അബൌട്ട്? സ്പിൽമാൻ വാസ് എ പിയാനിസ്റ്റ് ഫോർ പോളിഷ് റേഡിയോ. സ്പിൽമാൻ പോളിഷ് റേഡിയോയിലെ ഒരു പിയാനിസ്റ്റ് ആയിരുന്നു. ജർമ്മൻ ബോംബ്സ് ഫെൽ നിയർ ദി പോളിഷ് റേഡിയോ ബിൽഡിംഗ് കോസിംഗ്, അതായത് ജർമ്മൻ വിക്ഷേപിച്ച ബോംബുകൾ അദ്ദേഹം ജോലി ചെയ്തിരുന്ന പോളിഷ് റേഡിയോയുടെ ആ ബിൽഡിങ്ങിന്റെ അടുത്താണ്. അത് എന്തിനെ കാരണമാക്കി? കോസിംഗ് ഔട്ടേജ്. അവിടെ ജർമ്മൻ ബോംബ്സ് ഫെൽ നിയർ ദി പോളിഷ് റേഡിയോ ബിൽഡിംഗ്, ജർമ്മൻ ബോംബുകൾ പോളിഷ് റേഡിയോ ബിൽഡിങ്ങിന്റെ സമീപത്ത് വീണു. അത് എന്തിന് കാരണമാക്കി? കാസിംഗ് എ പവർ ഓഫ് ഔട്ടേജ്, വൈദ്യുതി നിലച്ചു. ആൻഡ് അബ്രപ്റ്റ്ലി എൻഡിങ് ദി ബ്രോഡ്കാസ്റ്റ് ഫ്രം പോളിഷ് റേഡിയോ, പെട്ടെന്ന് തന്നെ പോളിഷ് റേഡിയോയിൽ നിന്നുള്ള പ്രക്ഷേപണം അവസാനിച്ചു. എപ്പോൾ വരെ? അണ്ടിൽ ദി എൻഡ് ഓഫ് ദി വേൾഡ് വാർ സെക്കൻഡ്, അങ്ങനെ 2ാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത് വരെയും പിന്നെ പോളിഷ് റേഡിയോ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷേപണം നടത്തിയിട്ടില്ല. സിംബോളിക്കലി, പ്രതീകാത്മകമായിട്ട് ദി പോളിഷ് റേഡിയോ റിട്ടേൺഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആഫ്റ്റർ ദി വാർ ഇൻ 1945. 1945 ശേഷം 2ാം ലോകമഹായുദ്ധം അവസാനിച്ചതിന് ശേഷം വീണ്ടും പോളിഷ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് തുടങ്ങി. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റപ്പ്, അതാണ് അതിനുശേഷമുള്ള ആദ്യത്തെ അനൗൺസ്മെന്റ് ആണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റപ്പ് സംവെയർ നിയർ ബൈ ഹിസ് ബിൽഡിംഗ്, അദ്ദേഹം താമസിച്ചിരുന്ന ബിൽഡിങ്ങിന്റെ പല ഭാഗത്തും അതിനു ചുറ്റും കുറെ സ്ഥലങ്ങളിലായിട്ട് സംവെയർ നിയർ ബൈ ഹിസ് ബിൽഡിംഗ് വേർ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഇൻ പോളിഷ് ലാംഗ്വേജ്, പോളിഷ് ഭാഷയിൽ അനൗൺസ് ചെയ്യുന്നു. എന്താണത്? ഓഫ് ദി ഡിഫീറ്റ് ഓഫ് ജർമ്മനി, ജർമ്മനിയുടെ പരാജയത്തെക്കുറിച്ചും ആൻഡ് ദി ലിബറേഷൻ ഓഫ് വേഴ്സ, വേഴ്സയുടെ വിമോചനത്തെക്കുറിച്ചും. അപ്പോൾ വേഴ്സയെ വിമോചിപ്പിക്കുന്നതിനെ കുറിച്ചും ജർമ്മനിയുടെ പരാജയത്തെക്കുറിച്ചും പോളിഷ് ഭാഷയിൽ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന കെട്ടിടത്തിന് ചുറ്റും ലൗഡ് സ്പീക്കർ വെച്ചിട്ട്. അതാണ്
അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എൻ. ഹൗ ഡസ് സ്പിൽമാൻ സർവൈവ് ദി ഫ്രീസിങ് കോൾഡ്? ആ മരവിപ്പിക്കുന്ന തണുപ്പിൽ നിന്ന് എങ്ങനെയാണ് സ്പിൽമാൻ അതിജീവിച്ചത്, അല്ലെങ്കിൽ ആ തണുപ്പിനെ എങ്ങനെയാണ് സ്പിൽമാൻ അതിജീവിച്ചത്? വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മൊമെൻറ്റ്സ് ഇൻ ഹിസ് സ്റ്റോറി, ദി പിയാനിസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പല നിമിഷങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായിരുന്നു നമ്മുടെ ഈ കഥ, ദി പിയാനിസ്റ്റ് എന്ന കഥയിലെ ഈ ഒരു സംഭവം. എന്തായിരുന്നു അത്? വാസ് ദി ജർമ്മൻ ഓഫീസർ വിം ഹസൻഫെൽഡ് ഡിസ്കവേർഡ് ഹിം. ജർമ്മൻ ഓഫീസറായ ഹസൻഫെൽഡ് സ്പിൽമാനെ കണ്ടുപിടിക്കുന്ന ആ നിമിഷം. ആൻഡ് പ്രൊവൈഡഡ് ഹിം വിത്ത് ഫുഡ് ആൻഡ് കോട്ട്. ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. അത് ഞാനിവിടെ കഴിഞ്ഞ ചോദ്യത്തിലൊക്കെ അത് നമ്മൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് വീണ്ടും വിശദീകരിക്കുന്നില്ല. ഒരു പുതപ്പ് അല്ലെങ്കിൽ നല്ല ചൂടുള്ള ഒരു കമ്പിളിയും അദ്ദേഹം നൽകി. അതാണ് ഇവിടെ കോട്ടൺ ഉദ്ദേശിക്കുന്നത്. വിച്ച് ഹെൽപ്പ് ഹിം സർവൈവ് ദി ഫ്രീസിങ് കോൾഡ്. ആ കോട്ട് അദ്ദേഹത്തെ ആ തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ചു. കൊടുത്ത ഒളിസ്ഥലം വലിയ തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ചു. ഒപ്പം തന്നെ ഫുഡ്, നമ്മുടെ നമുക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും സുരക്ഷിതമാണെങ്കിൽ നമുക്ക് അതിനുവേണ്ടിയാണല്ലോ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്. ദേ ആർ ദി പ്രൈമറി നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളാണ് അതെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ട് ആ തണുപ്പിനെ അതിജീവിക്കുവാൻ പാതിരമുറിയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. So I hope that you understood today's class. Please subscribe, share and support me. Thank you so much.